ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം. ഈ തിരുവചനത്തിൽ കർത്താവ് ഇസ്രായേൽ ജനത്തോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന്. ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, നീ ആരാധിക്കേണ്ടത് കർത്താവായ ദൈവത്തെയാണ്. കാരണം അവൻ തൻ്റെ ദൂതനെ നിങ്ങളുടെ കൂടെ അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നത് കർത്താവ് അയച്ചിരിക്കുന്ന ദൂതനാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മിടുക്കോ കഴിവോ സമ്പത്തോ ഒന്നുമല്ല നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. അത് കർത്താവ് അയച്ചിരിക്കുന്ന ദൂതൻ, കർത്താവിൻ്റെ മാലാഖ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ആ മാലാഖയാണ് നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിന്ന് നേടിത്തരുന്നതും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ആകാശത്താണേലും വെള്ളത്തിലാണേലും പാതാളത്തിലാണേലും സത്യദൈവമായ കർത്താവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുവാൻ തുടങ്ങും. കാരണം ദൈവത്തിൻ്റെ മാലാഖ സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ അത് രേഖപ്പെടുത്തുന്നു. അവൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ കർത്താവിൻ്റെ അടുക്കൽ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് സത്യദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ, ആ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാം. നമ്മുടെ മുന്നിലുള്ള മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടമായി കണ്ടുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ്റെ സഹായം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.